നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വൻ ചലനം. മുൻ ആഭ്യന്തര സെക്രട്ടറി സുവല്ല ബ്രാവർമാൻ കൺസർവേറ്റീവ് പാർട്ടി വിട്ട് റിഫോം UKയിൽ ചേർന്നു. മുൻ ആഭ്യന്തര സെക്രട്ടറി സുവല്ല ബ്രാവർമാൻ കൺസർവേറ്റീവ് പാർട്ടി വിട്ട് നൈജൽ ഫരാജിന്റെ റിഫോം UKയിൽ ചേർന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. 30 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് റിഫോം UK സംഘടിപ്പിച്ച പരിപാടിയിൽ അതിഥിയായി എത്തിയ ബ്രാവർമാൻ തന്റെ MP സ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചതായി പ്രഖ്യാപിച്ചു. തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതായി തോന്നുന്നു എന്നായിരുന്നു അവരുടെ പ്രതികരണം. കഴിഞ്ഞ 10 ദിവസത്തിനിടെ റിഫോം പാർട്ടിയിലേക്ക് മാറുന്ന മൂന്നാമത്തെ പ്രമുഖ ടോറി MPയാണ് ബ്രാവർമാൻ. ബ്രിട്ടൻ കുടിയേറ്റം, പൊതുസേവനം തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ പ്രതിസന്ധിയിലാണെന്നും മുൻ പ്രധാനമന്ത്രി ഋഷി സുനക്കിനെതിരെയും അവർ രൂക്ഷ വിമർശനമുന്നയിച്ചു. കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും ഈ നീക്കത്തെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സുവല്ലയുടെ വരവോടെ റിഫോം UKയുടെ പാർലമെന്റിലെ അംഗസംഖ്യ 8 ഉയർന്നു. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ട് ബാങ്കിന് വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഗ്രൗണ്ട് വാടകയ്ക്ക് പരിധി വരുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പാട്ടക്കാലാവധി ഉടമകൾ നൽകുന്ന ഗ്രൗണ്ട് വാടകയ്ക്ക് സർക്കാർ ഒരു പരിധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലേബർ പാർട്ടിയുടെ 2024 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു ഇത്. താങ്ങാനാവാത്ത ഗ്രൗണ്ട് വാടക നിരക്കുകൾ നിയന്ത്രിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പെൻഷൻ ഫണ്ടുകളെ ഇത് ബാധിക്കുമെന്ന ആശങ്ക കാരണം സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധാലുവാണ്. പ്രതിവർഷം £250 വരെ പരിധി നിശ്ചയിച്ചേക്കുമെന്നും ചില പ്രചാരകർ വിശ്വസിക്കുന്നു. ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഏകദേശം 5 ദശലക്ഷം ലീസിനെടുത്ത വീടുകളുണ്ട്. നിലവിലുള്ള ലീസ് ഹോൾഡ് വീടുകളിൽ ഗ്രൗണ്ട് വാടക തുടരും. കഴിഞ്ഞ വർഷം ശരാശരി £120 വാർഷിക ഗ്രൗണ്ട് വാടകയായി നൽകിയിരുന്നത്. ഈ വിഷയത്തിൽ ട്രഷറിയും ഭവന വകുപ്പും തമ്മിൽ തർക്കങ്ങളുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. UKയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. ചന്ദ്ര എന്ന് പേരിട്ട് ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ചയോടെ രാജ്യത്ത് എത്തുമെന്നാണ് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഗൊരേറ്റി, ഇൻഗ്രിഡ് എന്നിവയ്ക്ക് ശേഷം ഈ മാസം UKയിലെത്തുന്ന മൂന്നാമത്തെ വലിയ കൊടുങ്കാറ്റാണിത്. ചന്ദ്ര ചുഴലിക്കാറ്റിനൊപ്പം കനത്ത മഴയും തുറന്ന പ്രദേശങ്ങൾ കൊടുങ്കാറ്റോ ശക്തമായ കാറ്റോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വടക്കൻ അയർലൻഡിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ രാത്രി വരെ ആംബർ കാറ്റ് മുന്നറിയിപ്പ് നിലവിലുണ്ട്. തീരദേശ കാറ്റിനൊപ്പം മണിക്കൂറിൽ 75 മൈൽ വരെ വേഗതയുള്ള കാറ്റുമുണ്ടാകാം. തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിൽ തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ചൊവ്വാഴ്ച രാവിലെ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വ്യാപകമായി 30 മുതൽ 50 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനും ചിലയിടങ്ങളിൽ 60 മുതൽ 80 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനും സാധ്യതയുണ്ട്. ഇതിനോടകം പെയ്ത മഴ കാരണം വെള്ളപ്പൊക്ക സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പോലീസ് സേനകളിൽ വൻ പരിഷ്കാരം. സേനകളുടെ എണ്ണം കുറയ്ക്കും. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പോലീസ് സംവിധാനത്തിൽ വലിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തകർന്ന പോലീസ് മാതൃക പരിഷ്കരിക്കുന്നതിനായി ഒരു പുതിയ നാഷണൽ പോലീസ് സർവീസ് രൂപീകരിക്കും. ഇത് അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടാൻ സഹായിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് അറിയിച്ചു. പ്രാദേശിക പോലീസ് സേനകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനും പദ്ധതിയുണ്ട്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മുഖം തിരിച്ചറിയൽ സംവിധാനം ഉൾപ്പെടെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കും. ഇത് ഏകദേശം 200 വർഷത്തിനിടെ പോലീസിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളായി വിലയിരുത്തപ്പെടുന്നു. ലൈവ് ഫേഷ്യൽ റെക്കഗ്നിഷൻ വാനുകൾ എല്ലാ ഭാഗങ്ങളിലും ലഭ്യമാക്കും. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനും മറ്റ് ജോലികൾ ചെയ്യാനും പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിന് പുതിയ AI ടൂളുകൾ വികസിപ്പിക്കും. നിലവിലുള്ള നാഷണൽ ക്രൈം ഏജൻസി, കൗണ്ടർ ടെററിസം പോലീസിംഗ് എന്നിവയെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് പുതിയ NPS. സേന ലയനത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വിമർശന വിധേയമായിട്ടുണ്ട്. ഡൗണിംഗ് സ്ട്രീറ്റ് ഫോണുകൾ വർഷങ്ങളായി ചൈന ഹാക്ക് ചെയ്തതായി റിപ്പോർട്ടുകൾ. മുൻ പ്രധാനമന്ത്രിമാരുടെ സഹായികൾ ലക്ഷ്യം. ബോറിസ് ജോൺസൺ, ലിസ് ട്രസ്, ഋഷി സുനക് എന്നിവരുടെ അടുത്ത സഹായികളുടെ മൊബൈൽ ഫോണുകൾ ചൈനീസ് ചാരന്മാർ വർഷങ്ങളായി ഹാക്ക് ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സോൾ ടൈഫൂൺ എന്നറിയപ്പെടുന്ന ഈ ചാരപ്രവർത്തനത്തിലൂടെ ബീജിംഗിന് മുതിർന്ന സർക്കാർ അംഗങ്ങളുടെ സ്വകാര്യ ആശയവിനിമയങ്ങൾ ലഭിച്ചതായി സംശയിക്കുന്നു. പ്രധാനമന്ത്രിമാരുടെ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടോ എന്നത് വ്യക്തമല്ലെങ്കിലും ഇത് ഡൗണിംഗ് സ്ട്രീറ്റിന്റെ ഹൃദയഭാഗത്തേക്കുള്ള നീക്കമാണെന്ന് വിദഗ്ധർ പറയുന്നു. നവംബറിൽ M15 ചൈനീസ് ചാരവൃത്തി ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അടുത്ത കാലത്ത് ലേബർ പാർട്ടി നേതാവ് സർ കീർ സ്റ്റാർമർ ചൈനയിലേക്ക് നടത്തുന്ന യാത്രയും ചർച്ചയാവുന്നുണ്ട്.
ചൈനീസ് എംബസിയുടെ വക്താവ് ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും സൈബർ സുരക്ഷയുടെ പ്രതിരോധക്കാരനാണ് ചൈനയെന്ന് വാദിക്കുകയും ചെയ്തു. ബ്രിട്ടനിലെ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾക്ക് US-നേക്കാൾ മികച്ച സുരക്ഷയുണ്ടെന്നും എന്നാൽ ലോകമെമ്പാടും നടന്ന ഈ ലംഘനം ചാരവൃത്തിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ പ്രചാരണങ്ങൾ ഒന്നായിരിക്കാമെന്നും US ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. UK-യിൽ ആദ്യമായി ഉയർന്നുവരുന്ന ഡ്രൈവർ ലൈസൻസ് സംവിധാനം നോർത്തേൺ അയർലൻഡിൽ. UK-യിൽ ആദ്യമായി നോർത്തേൺ അയർലൻഡിൽ ഗ്രോസ് ഡ്രൈവിംഗ് ലൈസൻസ് സംവിധാനം നടപ്പാക്കുന്നു. ഇത് യുവ ഡ്രൈവർമാർക്കിടയിൽ മരണനിരക്ക് കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. 17-നും 23-നും ഇടയിൽ പ്രായമുള്ളവരെ ലക്ഷ്യമിടുന്ന ഈ നിയമങ്ങൾ ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വരും. ലൈസൻസ് ലഭിക്കാൻ 6 മാസം കാത്തിരിക്കണം. രാത്രികാല ഡ്രൈവിംഗിലും യാത്രക്കാരുടെ എണ്ണത്തിലും നിയന്ത്രണങ്ങളുണ്ടാകും. 2024-ൽ 17 മുതൽ 23 വരെ പ്രായപരിധിയിലുള്ള ഡ്രൈവർമാർ കാരണം 164 പേർക്ക് ജീവഹാനിയോ ഗുരുതരമായ പരിക്കോ സംഭവിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. പുതിയ നിയമങ്ങൾ കാരണം ഡ്രൈവിംഗ് ടെസ്റ്റിനു മുമ്പ് 6 മാസം കാത്തിരിക്കേണ്ടി വരുന്നതിൽ ചില യുവജനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്ന് അധികൃതർ പറയുന്നു. പുതിയ ഡ്രൈവർമാർക്ക് 14 പരിശീലന മോഡ്യൂളുകൾ പൂർത്തിയാക്കണം. ടെസ്റ്റിനു ശേഷം 24 മാസത്തേക്ക് പ്ലേറ്റ് വാഹനത്തിൽ പ്രദർശിപ്പിക്കണം. രാത്രി 11-നും പുലർച്ചെ 6-നും ഇടയിൽ കുടുംബാംഗങ്ങളൊഴികെ 14-നും 20-നും വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു യാത്രക്കാരനെ മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. NHS-ലെ 450 മില്യൺ പൗണ്ട് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്. നവജാത ശിശുക്കളുടെ രജിസ്ട്രേഷൻ ഫോമുകളിൽ വിവാദം. ഏകദേശം 450 മില്യൺ പൗണ്ടിന്റെ NHS സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് വിവാദത്തിലായിരിക്കുകയാണ്. നവജാത ശിശുക്കളുടെ രജിസ്ട്രേഷൻ ഫോമുകളിൽ ബയോളജിക്കൽ സെക്സ് രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ജീവനക്കാർ കണ്ടെത്തി. പകരം ഫോമുകളിൽ നിയമപരമായ ലിംഗഭേദം, ജനനസമയത്തെ ലിംഗഭേദം, ലിംഗവ്യക്തിത്വം എന്നിവ രേഖപ്പെടുത്താനും ലൈംഗിക ആഭിമുഖ്യം തിരഞ്ഞെടുക്കാനും ആവശ്യപ്പെടുന്നു. ഇത് വനിതാ അവകാശ പ്രവർത്തകർ വിമർശിക്കുകയും നവജാത ശിശുക്കൾക്ക് തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ നൽകാനിടയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മിഡ്വൈഫുകൾക്ക് ആശങ്കയുണ്ടെങ്കിലും NHS മാനേജ്മെന്റിനോട് തുറന്നു പറയാൻ ഭയക്കുന്നതായി ചിലർ വെളിപ്പെടുത്തി. US-ലെ ട്രാൻസ് റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളുടെ സ്വാധീനത്തിൽ ഉൾപ്പെടുത്തിയ ഈ സോഫ്റ്റ്വെയർ പല NHS ട്രസ്റ്റുകളിലും ഉപയോഗിക്കുന്നുണ്ട്. മുമ്പ് സമാനമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി പുതിയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നു. പൗണ്ട് 125 രൂപയിലേക്ക്. സർവകാല റെക്കോർഡിൽ രൂപയുടെ താഴേക്കിറക്കം. UK സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവ് സംഭവിച്ച് ബ്രിട്ടീഷ് പൗണ്ടിന് മുന്നേറ്റം. ഒരു പൗണ്ടിന് 125 രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലെത്തിയിരിക്കുകയാണ്. ഇത് UK-യിൽ താമസിക്കുന്ന മലയാളികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ നേട്ടമുണ്ടാക്കുമെങ്കിലും നാട്ടിൽ നിന്ന് പണം UK-യിലേക്ക് കൊണ്ടുവരുമ്പോൾ നഷ്ടം സംഭവിക്കും. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച, നിക്ഷേപം ആകർഷിക്കുന്നത്, കടമെടുപ്പ് കുറയുന്നത് തുടങ്ങിയ ഘടകങ്ങൾ പൗണ്ടിന് കരുത്ത് പകരുന്നു. അതേസമയം ഇന്ത്യയുടെ ഉയർന്ന ഇറക്കുമതി ചെലവുകൾ, പ്രത്യേകിച്ച് പെട്രോളിയം, സ്വർണം, ഉയർന്ന നാണയപ്പെരുപ്പം എന്നിവ രൂപയെ ദുർബലപ്പെടുത്തുന്നു. 2022 സെപ്റ്റംബറിൽ ഒരു പൗണ്ടിന് 87 രൂപയായിരുന്നത് ഇപ്പോൾ 125 രൂപയായി ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പൗണ്ട് രൂപയ്ക്കെതിരെ 16% വളർച്ച കൈവരിച്ചു. ഉയർന്ന പലിശ നിരക്കുകൾ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നു. ഇത് പൗണ്ടിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. UK-യിലെ സേവന റീറ്റെയിൽ മേഖലകളിലെ ഉണർവ് ശുഭസൂചനയായി കണക്കാക്കപ്പെടുന്നു. നാട്ടിലെ വിവാഹ ചെലവുകളിൽ നാണയവിനിമയ നിരക്കിലെ വ്യത്യാസം കാരണം ലാഭം തോന്നാമെങ്കിലും നാട്ടിലെ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും വിലക്കയറ്റം ഈ ലാഭത്തെ ബാധിച്ചേക്കാം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.